നമസ്കാരം. മലയാളം ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളുമായി ബന്ധപ്പെട്ട നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ ക്ലാസ് കണ്ടിട്ടില്ലാത്ത കുട്ടികൾ ജസ്റ്റ് ആ ക്ലാസ് ഒന്ന് കാണുക. ഉറപ്പായിട്ടും നമുക്കത് ഉപകാരപ്പെടും. ഉറപ്പായിട്ടും നമ്മുടെ പരീക്ഷകളിൽ ചോദിക്കുന്ന ഭാഗങ്ങളാണ്. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ പോകുന്നത് 5ാം ക്ലാസ്സിലെ കലാവിദ്യാഭ്യാസം എന്ന ടെക്സ്റ്റ് ബുക്കിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ്. ഇവിടെ ആരംഭിക്കുന്നത് കാവാലം രംഭ എന്ന നാടൻ പാട്ട് കലാകാരിയിൽ നിന്നാണ്. നാടൻ പാട്ട് ഗായിക. ഞാൻ എന്റെ ക്ലാസ്സുകളൊക്കെ തന്നെ ഒരു 10-15 മിനിറ്റ് ദൈർഘ്യം മാത്രമുള്ള കുഞ്ഞു വീഡിയോസ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് ലെങ്ത് ആവുന്ന സമയത്ത് കുട്ടികൾക്ക് അത് കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നത്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഈ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക, നോട്ട് എഴുതിയെടുത്ത് പഠിക്കുക. ഉറപ്പായിട്ട് ഇത് PSC പരീക്ഷകളിൽ ചോദിക്കുന്നവയാണ്. ഓക്കെ, നോക്കിയേ. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ആരംഭിക്കുന്നത് കാവാലം രംഭ എന്ന നാടൻ പാട്ട് കലാകാരിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഒന്നുകൂടെ, നാടൻ പാട്ട് കലാകാരിയാണ് കാവാലം രംഭ. കാവാലം രംഭ. ഓക്കെ അല്ലെ? അപ്പൊ പുള്ളിക്കാരിയുടെ ജന്മദേശം എന്ന് പറയുന്ന കാവാലമാണ്. കുട്ടനാടിലെ കാർഷിക പാട്ടുകളായ ഞാറ്റുപാട്ട്, കൊയ്ത്തുപാട്ട്, അമ്മാനം, കോലംതുള്ളൽ പാട്ട്, നടിച്ചിൽ പാട്ട് തുടങ്ങിയ അനവധി വിഭാഗങ്ങളിൽ പെടുന്ന നാടൻ പാട്ടുകളുടെ ശേഖരമാർക്കുണ്ട് ഈ പറയുന്ന കാവാലം രംഭയ്ക്കുണ്ട്. ഓർക്കുക, അപ്പൊ കാവാലം രംഭ എന്ന നാടൻ പാട്ട് കലാകാരി, പുള്ളിക്കാരിക്ക് കേരള ഫോക്ലോർ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേരള ഫോക്ലോർ അക്കാദമി പുരസ്കാരം, ലോർ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ഫോക്ലോർ എന്നൊരു വേർഡ് ഞാൻ പരാമർശിച്ചതുകൊണ്ടൊന്ന് പറഞ്ഞു പോവുകയാണ്. ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ ചിറയ്ക്കലാണ്. ചിറയ്ക്കൽ ശ്രീഹരിയൊക്കെ ഓർമ്മയുണ്ടല്ലോ. കണ്ണൂർ ജില്ലയിലെ ചിറയ്ക്കലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ ഫോക്ലോർ അക്കാദമിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് OS ഉണ്ണികൃഷ്ണനാണ്. എന്നാൽ ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ എന്ന് പറയുന്നത് G ഭാർഗവൻ പിള്ളയാണ്. G ഭാർഗവൻ പിള്ള. ഓക്കെ അല്ലെ? ആദ്യ അധ്യക്ഷൻ G ഭാർഗവൻ പിള്ള, നിലവിൽ OS ഉണ്ണികൃഷ്ണൻ. ക്ലിയർ അല്ലെ? മുൻപോട്ട് പോകുന്നു. ഫോക്ലോർ അക്കാദമിയുടെ മാസിക PSC ചോദിക്കാറുണ്ട്. പൊലിയാണ് ഫോക്ലോർ അക്കാദമിയുടെ മാസിക. പൊലി ഫോക്ലോർ അക്കാദമിയുടെ മാസികയാണ്. ക്ലിയർ അല്ലെ? ഞാൻ ഒരുപാട് ആവർത്തിച്ച് പറയുന്നില്ല, കാരണം അതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കി വരാവുന്നേ ഉള്ളൂ. ക്ലിയർ അല്ലെ? എങ്കിൽ അടുത്തത് വെള്ളാട്ട് ചാത്തൻ. ഓർക്കുക, വെള്ളാട്ട് ചാത്തൻ. ഈ വെള്ളാട്ട് ചാത്തൻ എന്ന പേര് കേൾക്കുമ്പോൾ പലർക്കും ഈ അടുത്ത കാലത്ത് നമ്മുടെ ലോക സിനിമയിൽ പരാമർശിക്കപ്പെട്ട കുറെ ചാത്തന്മാരുടെ ലിസ്റ്റുകളാണ് പെട്ടെന്ന് ഓർമ്മ വരിക. കാരണം പലപ്പോഴും നമ്മുടെ ലിസ്റ്റുകളിലേക്ക് വരുന്ന ഒരു ചാത്തനും കൂടെയാണത്. എന്നാൽ ഇവിടെ വെള്ളാട്ട് ചാത്തൻ എന്ന് പറയുന്ന കലാകാരൻ, എനിക്ക് തോന്നുന്നു ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നതിനേക്കാളും അദ്ദേഹം എഴുതിയ ഒരു ഗാനമുണ്ട്. ഓക്കെ, അതായത് വരിക 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 വാ വരിക ദൈവമേ എന്ന് തുടങ്ങുന്ന ഒരു നാടൻ പാട്ട് കേട്ടിട്ടുണ്ടാകും. വരിക വരിക വാ വരിക ദൈവമേ എന്ന് തുടങ്ങുന്ന ഒരു നാടൻ പാട്ട്. ഓക്കെ, ആ പാട്ട് ഇദ്ദേഹത്തിൻ്റെതാണ്. ഇപ്പൊ നോക്കിയേ, തുടികൊട്ടും മുടിയാട്ടം എല്ലാം അറിഞ്ഞിരുന്ന നാടൻ പാട്ടിന്റെ കുലപതിയായിരുന്നു ഈ പറയുന്ന വെള്ളാട്ട് ചാത്തൻ. അപ്പൊ നമ്മൾ രണ്ട് നാടൻ പാട്ട് കലാകാരെയാണ് പരിചയപ്പെട്ടത്. ഒന്ന് കാവാലം രംഭ, മറ്റൊന്ന് വെള്ളാട്ട് ചാത്തൻ. ക്ലിയർ അല്ലേ? വെള്ളാട്ട് ചാത്തൻ. അദ്ദേഹത്തിന്റെ പാട്ടുകൾ വളരെ ശ്രദ്ധേയമായതാണ്. ഞാൻ ഈ പറഞ്ഞ വരിക വരിക വാ വരിക ദൈവമേ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഇതൊരു തുടികൊട്ട് പാട്ടാണ് അല്ലെ? ഇതൊരു തുടികൊട്ട് പാട്ടാണ്. ഇത് പുതിയ തലമുറയിലെ കുട്ടികൾക്കാണ്. ഞാൻ ഈ അടുത്ത് ഒരു 3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്കൂളിലെ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ഞാൻ ഈ പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു കൊച്ചുകുട്ടി അത്ര മനോഹരമായിട്ട് അവൾ അത് പാടുന്നുണ്ടായിരുന്നു. അപ്പൊ അത് വളരെ സന്തോഷം തോന്നിയ ഒന്നാണ്. അതുകൊണ്ടാണ് വെള്ളാട്ട് ചാത്തനെ മസ്റ്റായിട്ട് പറയാമെന്ന് തന്നെ തീരുമാനിച്ചത്. അപ്പൊ വെള്ളാട്ട് ചാത്തനെ ഓർത്ത് വെക്കുക, അദ്ദേഹം ഒരു നാടൻ പാട്ട് കലാകാരനാണ്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ പ്രധാനമായി പറയുന്ന ഒരു കലാരൂപമാണ് ചവിട്ടുകളി. നോക്കിയേ, മലപ്പുറം ജില്ലയിലെ പൊന്നാനി, തിരൂര്, പെരിന്തൽമണ്ണ. മലപ്പുറം ജില്ലയിലെ പൊന്നാനി, തിരൂര്, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ പ്രചാരമുള്ള കലാരൂപമാണ് ചവിട്ടുകളി. ഇപ്പൊ ചോദ്യം ഇങ്ങനെയായിരിക്കും വരിക: ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയിലാണ് ചവിട്ടുകളി പ്രചാരത്തിലുള്ളത്? അല്ലെങ്കിൽ ചുവടെ നൽകിയിരിക്കുന്നതിൽ ചവിട്ടുകളെ പ്രചാരത്തിലുള്ള പ്രദേശങ്ങൾ ഏതൊക്കെ എന്നായിരിക്കും ചോദിക്കുക. ഓക്കെ അല്ലെ? 10 മുതൽ 16 പേർ വരെ അടങ്ങുന്ന സംഘം വട്ടത്തിൽ നിന്ന് പാട്ടിനനുസരിച്ച് നൃത്തമായി ചുവട് വെച്ച് പോകുന്നു. ഇതാണ് ഈ ചവിട്ടുകളിയുടെ ഒരു രീതി എന്ന് പറയുന്നത്. ചവിട്ടുകളി വേറെ, ചവിട്ട് നാടകം വേറെ. അത് രണ്ടും രണ്ടാട്ടോ. ചവിട്ട് നാടകത്തെ കുറിച്ചൊക്കെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്നതാണ്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ചവിട്ടുകൾ എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ പൊന്നാനി, തിരൂര്, പെരിന്തൽമണ്ണ എന്നീ വിഭാഗങ്ങളിലാണ് ഈ ഒരു കലാരൂപം പ്രചാരത്തിലുള്ളത്. എന്നാൽ ഇത് കഴിഞ്ഞ ഓച്ചിറ വേലുക്കുട്ടിയെ കുറിച്ചാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓച്ചിറ വേലുക്കുട്ടി മലയാള നാടകവേദികളിൽ ആദ്യകാല നാടക പ്രവർത്തകനായിരുന്നു ഓച്ചിറ വേലുക്കുട്ടിയാണ് നമ്മൾ ഈ സൈഡിൽ കാണുന്നത്. ഓച്ചിറ വേലുക്കുട്ടി സ്ത്രീകൾ നാടകങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ടില്ലാതിരുന്ന കാലത്ത് സ്ത്രീ വേഷങ്ങൾ അഭിനയിച്ചു ഫലിപ്പിച്ച കലാകാരനായിരുന്നു ഓച്ചിറ വേലുക്കുട്ടി.
അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഓച്ചിറ പരബ്രഹ്മോദയ നാടക സമിതി രൂപീകരിക്കപ്പെട്ടു. എന്ത് സ്ഥാപിക്കപ്പെട്ടു? ഓച്ചിറ പരബ്രഹ്മോദയ നാടക സമിതി. ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വേഷം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാസവദത്ത എന്ന വേഷമായിരിക്കും. വാസവദത്ത അതായത് കരുണയിലെ വാസവദത്ത എന്ന കഥാപാത്രം, കരുണയിലെ വാസവദത്ത ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ചത് ഈ മനുഷ്യനാണ് എന്ന് പറയേണ്ടി വരും. ക്ലിയർ അല്ലേ? കരുണയിലെ വാസവദത്ത. ഇന്നും അദ്ദേഹത്തെ കുറിച്ച് ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ അടുത്ത് ഞാൻ വായിച്ചതാണ്. അദ്ദേഹം മരണപ്പെട്ട സമയത്ത് അദ്ദേഹം മരിച്ചു കിടക്കുന്നു. അദ്ദേഹത്തെ കാണാൻ വന്ന അദ്ദേഹത്തിന്റെ ആരാധകരിൽ ചിലർ പറഞ്ഞ ഒരു വാചകമാണ്, ദേ നോക്കിയേ, അവൾ മരിച്ചു കിടക്കുമ്പോഴും പുരുഷ വേഷത്തിൽ മരിച്ചു കിടക്കുന്നു എന്നാണ്. ദേ നോക്കിയേ, അവൾ മരിച്ചു കിടക്കുമ്പോൾ പുരുഷ വേഷത്തിൽ മരിച്ചു കിടക്കുന്നു എന്നാണ്. അതായത് അദ്ദേഹം ഒരു പുരുഷനായിരുന്നുവെന്ന് അന്ന് പല ആസ്വാദകരും വിശ്വസിക്കുന്നില്ല. അത്രമേൽ മനോഹരമായിട്ടാണ് അദ്ദേഹം സ്ത്രീ വേഷങ്ങൾ അഭിനയിച്ച് ഫലിപ്പിച്ചിരുന്നത്. അതാണ് പോയിന്റ്. ക്ലിയർ അല്ലേ? അപ്പോ അദ്ദേഹത്തിന്റെ ജീവിതം പ്രമേയമായി എസ് ഗിരീഷ് കുമാർ എഴുതിയ കൃതിയാണ് അലിംഗം. ഒന്നുകൂടെ, എസ് ഗിരീഷ് കുമാർ ഓച്ചിറ വേലുക്കുട്ടിയുടെ ജീവിതം അടിസ്ഥാനമാക്കി എഴുതിയ കൃതിയാണ് അലിംഗം. ഇത് പ്രീവിയസ് ചോദ്യമാണ്. ഒന്നുകൂടെ, ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. ഞാൻ തന്നെ പല ക്ലാസ്സുകളിലും ഈ ചോദ്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഓർത്തു വെക്കുക, അലിംഗം എന്ന കൃതി എഴുതിയിരിക്കുന്നത് എസ് ഗിരീഷ് കുമാറാണ്. ഈ കൃതിക്ക് 2018 PC സാഹിത്യ പുരസ്കാര ത്തിലേക്ക് പരിഗണിക്കപ്പെട്ട നോവലാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഓർത്തു വെക്കുക, ഈ കൃതി, ബുക്കിന്റെ പേര് അലിംഗം. ഇത് ഓച്ചിറ വേലുക്കുട്ടിയുടെ ജീവിതം പ്രമേയമായി വന്നതാണ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എന്തുകൊണ്ട് നാടകവേദികളിൽ സ്ത്രീകൾ വന്നില്ല? അന്ന് ഈ പറയുന്ന പോലെ സ്ത്രീകൾക്ക് ഈ നാട്യത്തോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് നൃത്തരൂപങ്ങളിലായിരുന്നു, അല്ലെ? എന്നാൽ സ്ത്രീവേഷം ചെയ്യുന്നതിന് സ്ത്രീകൾ തന്നെ വേണമെന്ന നിർബന്ധമുള്ള ഒരു കലാരൂപം ഉണ്ടായിരുന്നു. പണ്ട സ്ത്രീവേഷം ചെയ്യുന്നതിന് സ്ത്രീകൾ തന്നെ വേണമെന്ന് നിർബന്ധമുള്ള കലാരൂപം അതാണ്. ഓക്കെ, കൂടിയാട്ടം അല്ലെ? കൂടിയാട്ടം പഠിച്ചു വെക്കുക. കൂടിയാട്ടം മക്കളെ എങ്ങനെയാണ്? സ്ത്രീവേഷം ചെയ്യുന്നതിന് സ്ത്രീകൾ തന്നെ വേണമെന്ന നിർബന്ധമുള്ള കലാരൂപമായിരുന്നു ഇത്. ഇനി ഇവിടെ മറ്റ് ചില കലാകാരികളെ കൂടെ പെട്ടെന്ന് പറഞ്ഞു വരാം. ഇതും ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളൊരു കണ്ടന്റ് ആണ്. സോ ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ആ പുസ്തകത്തിൽ തന്നെയുള്ള ഭാഗമാണ്. ആദ്യത്തേത് മാവേലിക്കര പൊന്നമ്മ. നമുക്ക് കവിയൂർ പൊന്നമ്മ എന്ന കലാകാരിയെ എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും. എന്നാൽ ഇവിടെ ഞാൻ പുതിയൊരു കലാകാരി, പുതിയതല്ല, ആള് പഴയ തന്നെയാണ്, എന്നാൽ ഒരു പേരൂടെ തരുന്നു, മാവേലിക്കര പൊന്നമ്മ. നോക്കിയേ, 1940കളിൽ സ്ത്രീകൾ നാടകങ്ങളിൽ അഭിനയിച്ചു തുടങ്ങുന്ന കാലത്ത്, അതിനു മുമ്പാണ് ആരുടെ കാലം? ഓച്ചിറ വേലുക്കുട്ടി 54 മരണപ്പെടുന്നു. ഓക്കെ, 40കളിൽ സ്ത്രീകൾ നാടകങ്ങളിൽ അഭിനയിച്ച് തുടങ്ങുന്ന കാലത്ത് നാടക രംഗത്തേക്ക് വന്ന ആദ്യകാല നടിയാണ് മാവേലിക്കര പൊന്നമ്മ. അപ്പൊ മാവേലിക്കര പൊന്നമ്മ ഏത് കലാരൂപവും അല്ലെങ്കിൽ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നാടകമാണ്. നോക്കിയേ, KPSC, കലാനിലയം തുടങ്ങിയ പ്രശസ്ത നാടക സമിതികളിൽ 500-ലധികം നാടകങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. 1963 കടലമ്മ എന്ന ചിത്രത്തിൽ നായികയായി ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്നു. ഓക്കെ അല്ലെ? ഓർത്തു വെക്കുക, അവരെന്ത് ചെയ്യുന്നുണ്ട്? 1963 കടലമ്മ എന്ന ചിത്രത്തിൽ നായികയായി ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്നു. ക്ലിയർ അല്ലെ? എന്നാൽ അടുത്ത കലാകാരി, അടുത്തത് നിലമ്പൂർ ആയിഷ. ആരാണ്? നിലമ്പൂർ ആയിഷ. 1950കളിൽ കേരളത്തിൽ ആരംഭിച്ച രാഷ്ട്രീയ നാടക പ്രസ്ഥാനത്തിലൂടെയാണ് നിലമ്പൂർ ആയിഷ ശ്രദ്ധേയാകുന്നത്. നിലമ്പൂർ ആയിഷ അരങ്ങിലെത്തുന്നത് തന്നെ ഈ പറയുന്ന EK അയ്യമുവിന്റെ നല്ല മനസ്സിലാവാൻ നോക്ക് എന്നതായിരുന്നു ആദ്യ നാടകം. ആ നാടകത്തിലൂടെ ആയിരുന്നു. അതായത് നിലമ്പൂർ ആയിഷ നാടകരംഗത്തേക്ക് കടന്നു വരുന്നത് EK അയ്യമുവിന്റെ നല്ല മനസ്സിലാവാൻ നോക്ക് എന്ന നാടകത്തിലൂടെയായിരുന്നു. 500-ലധികം നാടകങ്ങളിൽ, നോക്കിയേ, 500-ലധികം നാടകങ്ങളിലായി 12,000-ലധികം വേദികളിൽ അഭിനയിച്ച നിലമ്പൂർ ആയിഷ നിരവധി ചലച്ചിത്രങ്ങളിലും വേഷമിട്ടിട്ടുണ്ട്. മലയാള നാടകവേദിക്ക് നൽകിയ സമഗ്ര സംഭാവനകളെ മാനിച്ച 2008 SL പുരം സദാനന്ദൻ നാടക പുരസ്കാരം അവർക്ക് ലഭിക്കുന്നുണ്ട്. SL പുരം സദാനന്ദൻ നാടക പുരസ്കാരം. അതുപോലെ തന്നെ കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം 2002 ലഭിക്കുന്നുണ്ട്. കേരള ചലച്ചിത്ര അക്കാദമി പുരസ്കാരം, പ്രേംജി അവാർഡ് എന്നീ ബഹുമതികളും പുള്ളിക്കാരിക്ക് ലഭിച്ചിട്ടുണ്ട്. അവിടെ ഓർക്കുക, ഞാനൊരു പേര് പരാമർശിച്ചിരുന്നു, അതാണ് SL പുരം സദാനന്ദന്റെ പേര്. SL പുരം സദാനന്ദൻ. ഓർക്കുക, ചെമ്മീൻ എന്ന സിനിമയുടെ തിരക്കഥ ഒരുക്കിയത് SL പുരം സദാനന്ദനാണ്. SL പുരം സദാനന്ദൻ.
മികച്ച തിരക്കഥാകൃത്തിനുള്ള ഒന്നുകൂടെ മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാളിയായ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവും എസ് എൽ പുരം സദാനന്ദനാണ്. അഗ്നിപുത്രി എന്ന ചിത്രത്തിലെ തിരക്കഥയ്ക്കാണ് എസ് എൽ പുരം സദാനന്ദന് മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ പുരസ്കാരം കിട്ടുന്നത്. പുള്ളിയല്ലേ, സെറ്റല്ലേ? എങ്കിൽ ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ വ്യക്തി, ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ പോയിന്റ് ഇതാണ് പ്രേംജി. നോക്കിയേ, സാമൂഹിക പരിഷ്കർത്താവും നടനുമായ പ്രേംജി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധ നാടകത്തിൽ അഭിനയിച്ചാണ് പ്രസിദ്ധനാകുന്നത്. ഓർക്കുക, പ്രേംജി 1908 ജനിക്കുന്നത്. 1998 മരണപ്പെടുന്നു. അദ്ദേഹം സാമൂഹ്യ പരിഷ്കർത്താവാണ്, നടനാണ്, അല്ലെ? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകത്തിൽ അഭിനയിച്ചാണ് അദ്ദേഹം ശ്രദ്ധേയനാകുന്നത്. പിറവി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച അഭിനേതാവിനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നു. നാഷണൽ ഫിലിം അവാർഡ് ദേശീയ പുരസ്കാരം 1988. കണ്ടോ, ഈ ചോദ്യം ഇപ്പോഴും ചോദിച്ചു, 2025 ചോദിച്ചു. കാരണം അന്ന് പിറവി സംവിധാനം ചെയ്തത് ആരായിരുന്നു? ഷാജി എൻ കരുണാണ്. അദ്ദേഹം ഏത് വർഷമാണ് മരണപ്പെടുന്നത്? 2025 അദ്ദേഹം മരണപ്പെടുന്നു, ഷാജി എൻ കരുൺ. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട പിറവി ഈ അടുത്ത PS ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുക, പിറവി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയത് പ്രേംജിയാണ്. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ചും കണ്ടന്റ് എവിടെയുണ്ട്? ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അദ്ദേഹത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 1989 ലഭിക്കുന്നു പിറവിയിൽ. നമ്മുടെ പഴയ രാജൻ വധക്കേസൊക്കെ ചർച്ച ചെയ്ത ഒരു ചിത്രമാണ് പിറവി, അല്ലെ? അതുകൂടാതെ ഷാജി എൻ കരുണിന്റെ ചിത്രമാണ് വാനപ്രസ്ഥം, അല്ലെ? വാനപ്രസ്ഥവും ആരുടേതാ? ഷാജി എൻ കരുണിന്റേതാണ് വാനപ്രസ്ഥം എന്ന ചിത്രത്തിലെ മികച്ച അഭിനയത്തിന് ആർക്ക്? നമ്മുടെ ലാലേട്ടന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടി. അദ്ദേഹത്തിന് 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടുകയും ചെയ്തു. അവിടെ ഒരു കുഞ്ഞു ചോദ്യം ചോദിച്ചോട്ടെ, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടുന്ന എത്രാമത്തെ മലയാളിയാണ് ലാലേട്ടൻ അല്ലെങ്കിൽ മോഹൻലാൽ? എത്രാമത്തെ മലയാളിയാണ് അദ്ദേഹം? അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ മലയാളി ആരാണ്? ഒന്ന് കമന്റ് ചെയ്തേക്കിനെ. ഓക്കെ അല്ലേ? അപ്പോ ഈ ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ 2 ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ തന്നെ തുടർച്ചയാണ്, അതായത് ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തുടർച്ചയായുള്ള അടുത്ത കണ്ടന്റ് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു, ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗം ചെയ്യുന്നത്. കാരണം നെടുനീളം വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും കുട്ടികൾക്ക് അത് ഒരു അരോചകമായി തോന്നാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ ടെലിഗ്രാം ചാനലും ഒന്ന് നിങ്ങൾ സന്ദർശിച്ചേക്കുക. അവിടെ ഡെയിലി ക്വസ്റ്റ്യൻസും പോളുകളും ഒക്കെ തന്നെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുമൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, അതൊക്കെ ഒന്ന് നന്നായിട്ട് പഠിക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്